നമ്മളുടെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് August 15 ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്താണ്? ഓൺ August 8, 1942 മഹാത്മാഗാന്ധി ഗേവ് ദ ലെജൻഡറി കോൾ ടു എൻഡ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് ലോഞ്ചഡ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അറ്റ് ദ സെഷൻ ഓഫ് ദ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ മുംബൈ അല്ലെങ്കിൽ ബോംബെ. ഓക്കെ, 1942 August 8 മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ആഹ്വാനം, ഗേവ്സ് ദ ലെജൻഡറി കോൾ, ചരിത്ര പ്രസിദ്ധമായ ഒരു ആഹ്വാനം നൽകി. എവിടെ വെച്ചിട്ടാണ്? ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ മുംബൈയിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ ചരിത്ര പ്രസിദ്ധമായ ആഹ്വാനം നൽകി. The following day, August 9, marked the launch of the Quit India movement and is observed as Quit India Day or August Kranti Din. ഇനി തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 9 എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തുടക്കമായിട്ട് അടയാളപ്പെടുത്തി. The following day, August 9, marked the launch of the Quit India movement and it is observed as Quit India Day. August 9 എന്ന് പറയുന്ന ക്വിറ്റ് ഇന്ത്യ ദിനം അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി ദിൻ എന്ന് അറിയപ്പെടും. ദാറ്റ് ആ ഒരു ദിവസമാണ് ആചരിക്കുന്നത്. ഓക്കെ, ഗാന്ധിജി ഗേവ് ദ കോൾ ഡു ഓർ ഡൈ ഇൻ ഹിസ് സ്പീച്ച് ഡെലിവേർഡ് അറ്റ് ദ ഗോവാളിയ ടാങ്ക് മൈതാൻ, നൗ പോപ്പുലർലി നോൺ ആസ് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ. ഗോവാളിയ ടാങ്ക് മൈതാനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിജി ഡു ഓർ ഡൈ എന്നുള്ളൊരു പ്രസ്താവന, ഗേവ് ദ കോൾ, ഒരു ആഹ്വാനം നടത്തുകയാണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ ഇൻ ഹിസ് സ്പീച്ച് ഡെലിവേർഡ് അറ്റ് ദ ഗോവാളിയ ടാങ്ക് മൈതാൻ, നൗ പോപ്പുലർലി നോൺ ആസ്, ഇപ്പോൾ ഗോവാളിയ ടാങ്ക് മൈതാന്റെ പേരെന്ന് പറയുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ്. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അരുണ ആസഫ് അലി, വളരെ എപ്പോഴും PSCക്കൊക്കെ ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. PSCയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് അരുണ ആസഫ് അലിയെ കുറിച്ചും. അതുപോലെ നമ്മളുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു റിനൗണ്ട് ലേഡിയാണ് ആര്? അരുണ ആസഫ് അലി എന്ന് പറയുന്നത്. സോ അരുണ ആസഫ് അലി, പോപ്പുലർലി നോൺ ആസ് ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്, ഈസ് നോൺ ഫോർ ഹോയിസ്റ്റിംഗ് ദ ഇന്ത്യൻ ഫ്ലാഗ് അറ്റ് ദ ഗോവാളിയ ടാങ്ക് മൈതാൻ ഇൻ മുംബൈ ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഹെർ കറേജ് ഏൺഡ് ഹെർ ദ ടൈറ്റിൽ ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. കണ്ടോ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗ്രാൻഡ് ഓൾഡ് ലേഡി എന്ന് പരക്കെ അറിയപ്പെടുന്നത് ആരാണ്? അരുണ ആസഫ് അലിയാണ്. അതുപോലെ അരുണ ആസഫ് അലി എന്താ ചെയ്തിട്ടുള്ളത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുംബൈയിലെ ഗോവാളിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയതിലൂടെയാണ് പ്രശസ്തയാവുന്നത്. ഓക്കെ, ഷീ ഈസ് നോൺ ഫോർ ഹോയിസ്റ്റിംഗ് ദ ഇന്ത്യൻ ഫ്ലാഗ് എവിടെ? അറ്റ് ദി ഗോവാളിയ ടാങ്ക് മൈതാൻ ഇൻ മുംബൈ ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് സമരകാലത്ത് മുംബൈയിലെ ഗോവാളിയ ടാങ്ക് മൈതാനത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയതിലൂടെയാണ് അരുണ ആസഫ് അലി പ്രശസ്തയായത്. ഹെർ കറേജ്, ഈ ഒരു ധൈര്യത്തില്, ഈ ഒരു ധീരത, ഏൺഡ് ഹെർ ദ ടൈറ്റിൽ ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നൊരു പദവി നേടിക്കൊടുക്കുകയാണ്. അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക, ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ള ഒരു പദവി, ഒരു ടൈറ്റില് ഈ ഒരു ധീരതയോടുകൂടി അരുണ ആസഫ് അലിക്ക് നേടിക്കൊടുക്കുകയാണ്. അപ്പൊ ചോദിക്കാം, ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആരാണ്? അരുണ ആസഫ് അലി. അതുപോലെ ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ നായിക എന്നറിയപ്പെടുന്നത് ആരെയാണ്? അരുണ ആസഫ് അലി. ഓക്കെ, അതുപോലെ ദ സ്ലോഗൻ ക്വിറ്റ് ഇന്ത്യ വാസ് കോയിൻഡ് ബൈ യൂസഫ് മെഹർ അലി, എ സോഷ്യലിസ്റ്റ് ലീഡർ ആൻഡ് ദ മേയർ ഓഫ് ബോംബെ. ഹി ഹാസ് ഓൾസോ കോയിൻഡ് ദ സ്ലോഗൻ സൈമൺ ഗോ ബാക്ക്. ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആരാണെന്ന് അറിയാമോ? മുംബൈയിലെ മേയറും അതുപോലെ സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന യൂസഫ് മെഹർ അലിയാണ്. അതുപോലെ അദ്ദേഹം തന്നെ ചെയ്ത ഒരു സ്ലോഗനാണ്, അദ്ദേഹം തന്നെ രൂപപ്പെടുത്തിയ മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക് എന്നുള്ളത്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ ചോദ്യങ്ങളാണ്. ക്വിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം ആരാണ് രൂപപ്പെടുത്തിയത്? യൂസഫ് മെഹർ അലി. ഇനി അതുപോലെ സൈമൺ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ആരാണ്? യൂസഫ് മെഹർ അലിയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞത്? August 8, 1942 മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ മുംബൈയിൽ വെച്ചിട്ട്, ആ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ട് ഒരു ചരിത്ര പ്രസിദ്ധമായ ആഹ്വാനം നടത്തുകയാണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കുവാൻ വേണ്ടി. തൊട്ടടുത്ത ദിവസം August 9 എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തുടക്കം
അതായത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ തുടക്കമായി അടയാളപ്പെടുത്തുകയാണ്. അപ്പൊ ആ ഓഗസ്റ്റ് 9 എന്ന് പറയുന്ന ദിവസം ക്വിറ്റ് ഇന്ത്യ ദിനം, ക്വിറ്റ് ഇന്ത്യ ഡേ അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി ദിൻ എന്ന് ആചരിക്കപ്പെടുന്നു. അതുപോലെ ഡു ഓർ ഡൈ, ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗോവാളിയ ടാങ്ക് മൈതാനത്തിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ മഹാത്മാഗാന്ധിജി കൊടുത്തിട്ടുള്ള ഒരാഹ്വാനമാണ് ഡു ഓർ ഡൈ. ഇപ്പം ഗോവാളിയ ടാങ്ക് മൈതാന്റെ ഇപ്പോഴറിയപ്പെടുന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആരാണ്? അരുണ ആസഫ് അലി. ഇനി ഹീറോയിൻ ഓഫ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അരുണ ആസഫ് അലി. എന്തുകൊണ്ടാണ് അരുണ ആസഫ് അലി ഫേമസ് ആയത്? എന്താണ് അവർ ചെയ്ത ഒരു ധീരമായ പ്രവൃത്തി? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുംബൈയിലെ ഗോവാളിയ ടാങ്ക് മൈതാനത്തിൽ ഇന്ത്യൻ ഫ്ലാഗ്, ഇന്ത്യൻ പതാക ഉയർത്തി എന്നുള്ള ധീരതയാണ് അവര് നടത്തിയത്. ഓക്കെ, അതുപോലെ ക്വിറ്റ് ഇന്ത്യ, സൈമൺ ഗോബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളെല്ലാം രൂപപ്പെടുത്തിയത് സോഷ്യലിസ്റ്റ് നേതാവും മുംബൈ അല്ലെങ്കിൽ ബോംബെ മേയറുമായിരുന്ന യൂസഫ് മെഹ്റലിയാണ്. അപ്പൊ ഇതൊക്കെ ഒരുപാട് ആഴത്തിലുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ഒരു ഡേ സ്പെഷ്യൽ ആയിട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് കേട്ടോ. മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു ആ ഒരു കാലത്തുള്ള ഒരു ഡയഗ്രാം കൊളാജ് ആണ് ഇത്. ഓക്കെ, അതുപോലെ റേഡിയോ സ്റ്റേഷൻ. ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് UPSCയുടെ പ്രിലിംസ് എക്സാം 2011 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഉഷ മെഹ്ത്ത ഈസ് വെൽ നോൺ ഫോർ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഈ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ട് ഉഷ മെഹ്ത്ത എന്ന് പറയുന്നത് എന്താണ്, എന്തിന് പ്രശസ്തമായാണ്? റണ്ണിങ് ദ സീക്രട്ട് കോൺഗ്രസ് റേഡിയോ ഇൻ ദ വേക്ക് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഒരു സീക്രട്ട് കോൺഗ്രസ് റേഡിയോ സ്റ്റേഷൻ നടത്തിയതിന് ഫേമസ് ആയ വ്യക്തിയാണ് ഉഷ മെഹ്ത്ത എന്ന് പറയുന്നത്. ഉഷ മെഹ്ത്ത എന്ന് പറയുന്നത് വ്യക്തി, അത് UPSC പ്രിലിംസിന്റെ ഒരു ചോദ്യമായിരുന്നു. അപ്പൊ ഓപ്ഷൻ എ ആണ് വരുന്ന ആൻസർ. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഉഷ മെഹ്ത്ത ഈസ് വെൽ നോൺ ഫോർ റണ്ണിങ് ദ സീക്രട്ട് കോൺഗ്രസ് റേഡിയോ ഇൻ ദ വേക്ക് ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഓക്കെ, ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സീക്രട്ട് കോൺഗ്രസ് റേഡിയോ നടത്തി. ഓക്കെ ആണല്ലോ. അതുപോലെ ഉഷ മെഹ്ത്ത വാസ് എ റിനൗണ്ട് ഗാന്ധിയൻ ആൻഡ് ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യ. She is also remembered for operationalizing the Congress radio, also called the Secret Congress Radio, an underground station which functioned for few months during the Quit India movement of 1942. Okay, എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് റേഡിയോ, രഹസ്യ കോൺഗ്രസ് റേഡിയോ, സീക്രട്ട് കോൺഗ്രസ് റേഡിയോ നടത്തി. അതുപോലെ ഉഷ മെഹ്ത്ത എന്ന് പറയുന്നത് വാസ് എ റിനൗണ്ട് ഗാന്ധിയൻ ആൻഡ് ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യ. അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കണ്ണുവെട്ടിച്ച് ഉഷ മേത്തയും സഹപ്രവർത്തകരും ചേർന്ന് രഹസ്യമായി കോൺഗ്രസ് റേഡിയോ ആരംഭിച്ചു. അപ്പൊ ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പം 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ആ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കണ്ണുവെട്ടിച്ച് ഉഷ മെഹ്ത്തയും സഹപ്രവർത്തകരും ചേർന്ന് രഹസ്യമായി കോൺഗ്രസ് റേഡിയോ ആരംഭിച്ചു. അതുപോലെ എന്തായിരുന്നു ലക്ഷ്യം? സെൻസർഷിപ്പ് മറികടന്ന് സ്വാതന്ത്ര്യ സമര വാർത്തകളും നേതാക്കളുടെ സന്ദേശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, റേഡിയോ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഫോർ പാസിംഗ് ഇൻഫോർമേഷൻ. സോ അതുമായിട്ട് ബന്ധപ്പെട്ട് സെൻസർഷിപ്പ് മറികടന്ന് സ്വാതന്ത്ര്യ സമര വാർത്തകളും പിന്നെ നേതാക്കളുടെ സന്ദേശങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഏതാനും മാസങ്ങൾ മാത്രമേ ഇത് പ്രവർത്തിച്ചുള്ളൂ, എങ്കിലും സമരത്തിന് വലിയ ഊർജം നൽകാൻ കഴിഞ്ഞു. മനസ്സിലായോ? അത് ഓൾറെഡി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷൻഡ് ഫോർ ഫ്യൂ മന്ത്സ് ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഓഫ് 1942. വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളെങ്കിൽ പോലും ആ ഒരു ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു എനർജി, വലിയൊരു പങ്ക് വഹിക്കാനായിട്ട് ഈ ഒരു സീക്രട്ട് കോൺഗ്രസ് റേഡിയോയ്ക്ക് സാധിച്ചു. ഓക്കെ.